സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത്. സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണം. ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ്. എന്താണ് ഹന്ന റെജി ഘോഷി എന്ന് പറഞ്ഞ മലയാളത്തിനകത്ത് ഒരു നടി അടുത്ത് DNA എന്ന് പറഞ്ഞ സിനിമേനകത്ത് അഭിനയിച്ചിട്ടുണ്ടായി. അപ്പൊ ആ ഒരു പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരിയും അതേപോലെ തന്നെ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ആക്ടർ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരനും കൂടെ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ പോയി. അപ്പൊ ആ ഇന്റർവ്യൂവിനകത്ത് ഇരുന്ന ഇന്റർവ്യൂവറിനാണെങ്കിൽ ഭയങ്കര രീതിക്കുള്ള സംശയങ്ങളാണ്. അപ്പൊ ആ ഇന്റർവ്യൂവറിന്റെ ചില സംശയങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പോണത്. സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത്. സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണം. ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ്. എന്താണ് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കിടന്നു കൊടുത്താൽ മതി. എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായി? അല്ലെ എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഞാനൊരു ഹ്യൂമൻ ബീങ് അല്ലേ, നമ്മളൊരു മനുഷ്യല്ലേ. നമുക്ക് കേൾക്കുമ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ പോയി എല്ലാവർക്കും കടന്നു കൊടുത്താൽ, ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ ഡയറക്ട് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ എല്ലാവർക്കും പോയി കടന്നു കൊടുത്ത അവസരം കിട്ടി എന്റെ കുടുംബമൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് വേറെ ലെവലിൽ വരുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. കഴിവുള്ളവന് അവന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും. നിങ്ങൾ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഹനേനോടാണ്. അപ്പോഴും ഹന മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത്? എന്റെ പൊന്നോ, നിങ്ങളുടെ ഇമാതിരി ഊള ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി പറഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം മൗനം സമ്മതമാണെന്നൊക്കെ വിചാരിച്ചിരിക്കണം. ഇതിനൊക്കെ ആരാണോ പിടിച്ച് ആങ്കറായിട്ട് ഇരുത്തിയത്? എന്നിട്ട് പിന്നെയും അത് തന്നെ ചോദിച്ചിരിക്കണം. പുള്ളിക്ക് ആ ആങ്കർ നല്ല രീതിക്കുള്ള മറുപടി അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ മറുപടി ഒന്നും വേണ്ട. ആങ്കറും പോട്ടെ, ആ ആക്ടർ നല്ല രീതിക്കുള്ള മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്നും പുള്ളിക്കാരിക്ക് വേണ്ട. പുള്ളിക്കാരിക്ക് അതായത് ഹന തന്നെ മറുപടി പറയണം. കാര്യം ഹന പറഞ്ഞാലാണ് അതിന് എന്തെങ്കിലും ഹനയുടെ വായെന്ന് അറിയാണ്ട് ചാടിപ്പോയി ലാസ്റ്റ് അത് കയറി ട്രോളായി. അത് അങ്ങനെ ആ ഇന്റർവ്യൂ അങ്ങോട്ട് വൈറലായി പോവുള്ളൂ. ബാക്കിയുള്ളൂ. നിനക്ക് വാവറൊന്നും പറയാൻ പാടില്ലേ? ഞാൻ കടന്നു കൊടുത്തിട്ടല്ലേ ഞാൻ ഒരു സോറി. അപ്പൊ അതെന്ത് വൃത്തിയുടെ ചോദ്യമാണ് ചോദിക്കുന്നത്? ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത്. അവര് ഒരു ആങ്കറാണ്. എനിക്ക് ഇരിക്കുമ്പോ തന്നെ എനിക്ക് ഉളുപ്പ് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാ ആണുങ്ങളും കടന്നു കൊടുത്തൊരു സിനിമയിൽ. റീച്ച് കിട്ടാൻ വേണ്ടി ഇത്ര ചീപ്പ് ചോദ്യങ്ങൾ സോറി ബ്രദർ. താങ്ക് യു. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഇവരുടെ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് ലാസ്റ്റ് ഈ പറഞ്ഞ ഈ നടിയും അതേപോലെ ഈ നടനും കൂടെ മൈക്ക കൂരി എറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നല്ല തെറിയും വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി. കാര്യം ഇമാതിരി വർത്താനമൊക്കെ ഒരാളെ മുഖത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെറി കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് അവർ ആ തെറി വിളിച്ചാൽ ഞാൻ ഒരിക്കലും അങ്ങനെ അവരെ മോശമായിട്ടൊന്നും പറയൂല. കാര്യം അവരത് ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കത് കേട്ടപ്പോഴത്തേക്കും തോന്നി. കാര്യം ഇമാതിരി ചോദ്യം ആരോടാണെങ്കിലും, അതിപ്പോ ഒരു പെണ്ണിനോട് മാത്രമല്ല, അതിപ്പോ ആരോടാണെങ്കിലും ഇമാതിരി ചോദ്യം ഒന്നും, അതായത് മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്ക് നമ്മളൊരു ഇച്ചിരി റെസ്പെക്ട് കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇമാതിരി ചോദ്യമൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ രീതിക്കുള്ള മറുപടി തന്നെ കിട്ടണം. അപ്പൊ ഇനി അതായത് ഈ ആങ്കർ കുറച്ച് എക്സ്പ്ലനേഷനും അതേപോലെ ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു. കാര്യങ്ങളിലായി പോയി. ഇപ്പം കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട്. ആ ആങ്കർ ഞാൻ തന്നെയാണ്. ഒരു പെണ്ണൊരു നല്ല മികച്ച രീതിക്കുള്ള ഒരു ഇൻട്രോ ആർന്നത്. അതായത് പുള്ളിക്കാരിയായിട്ട് സമ്മതിച്ച് കേരളക്കാരെ മൊത്തം തെറി വിളിച്ചിരിക്കുന്ന ആങ്കർ അത് നല്ല അഭിമാനത്തോട് തന്നെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അഭിമാനം എന്നും മുന്നോട്ട് പോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് പേര് അത് പ്രാങ്ക് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു. അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല. ഒരാൾ മൈക്കൂരി അറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. എനിക്ക് പിന്നെ എന്താ പറയാ, ആ ഒരു രീതിയിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ മീഡിയയിൽ ഇത്ര ആളുകൾ കാണുന്നുള്ളതുകൊണ്ടാണ് കുറെ സംയമനം പാലിച്ചു ഞാൻ പിന്നെ അവിടെ ഇരുന്നത്. ഇവര് പറയാനായിട്ടാ തോന്നുന്നു അവരുടെ ഭാഗത്താണ് തെറ്റുന്നത്. ഇവരെന്താണ്, അതായത് എന്താണാവോ ഇവര് പറഞ്ഞൊപ്പിക്കാൻ നോക്കണത്? അതായത് ആ ഇന്റർവ്യൂവിനകത്ത് അപ്പുറത്ത് ഇരുന്നേച്ച് ഈ നടിയും നടനുമാണ് എന്നോട് ചെയ്ത തെറ്റ്, അവരിറങ്ങിപ്പോയതാണ് അതിനകത്ത് ചെയ്ത ഏറ്റവും വലിയ മഹാപാപം എന്നൊക്കെയാണ് തോന്നുന്നത് ഇവർ പരത്തി തീർക്കാൻ. എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടില്ല. എന്ത് വൃത്തികെട്ട ചോദ്യമാണെന്ന് ചോദിക്കുമ്പോഴും ഷാലു എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്, എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും മുമ്പോട്ട് വന്നിട്ടില്ല. അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തോ വലിയൊരു കാരണമുണ്ടെന്ന് എന്നാണ് പറയുന്നത്. അതായത് അത്രയും വലിയ അങ്ങനത്തെ ഒരു ഭയങ്കര, അതായത് PSC ലെവൽ ചോദ്യമുള്ള ചോദിച്ചത്. അപ്പൊ ആ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് അതിൻ്റെതായ തക്കതായിട്ടുള്ള കാരണമുണ്ടെന്നാണ് പുള്ളിക്കാർ പറയുന്നത്. അപ്പൊ നമുക്ക് ആ കാരണം ഒന്ന് കേട്ടോ. ഞാൻ ആങ്കറിംഗിന്റെ ഒപ്പം പാഷനായി കൊണ്ടു നടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുക എന്നുള്ളത്. ഒരുപാടിടത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട്, സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിൽ
ഫീൽഡിന്റെ ഒരു അഭിനയിക്കാന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ടാവാം എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് അങ്ങനെ ഒരു കോള് വന്നിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ നിങ്ങൾ സിനിമയിൽ കയറിയത്? ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ഒരാളോട് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത്? അതാണ് ആദ്യം ചോദിക്കാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തോ എക്സ്പീരിയൻസ് ഉണ്ടായിക്കോട്ടെ, അതൊന്നും അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ആ ഒരു എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇമാതിരി ഊളത്തരമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ കൊടുക്കണമെന്ന്. കാര്യം അവരൊന്നും കൊടുത്തത് പോരാർന്നെന്ന് എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ആ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരുപാട് കാഴ്ചപ്പാട് ലൈഫിനെ പറ്റിയുണ്ട്. അപ്പൊ അതെല്ലാം കണ്ടപ്പോൾ പുള്ളിക്കാരി തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. ബട്ട് കുറച്ചു നേരം പുള്ളിക്കാരി സൈലന്റ് ആയിപ്പോയി. പുള്ളിക്കാരി എന്റെ അടുത്ത് നിന്ന് ആ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ പഴയ കാര്യങ്ങൾ ട്രിഗർ ആയി. എന്തുകൊണ്ട് പുള്ളിക്കാരി പറയുന്നില്ല, പുള്ളിക്കാരി ബോൾഡാണ്, എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല? അപ്പൊ ഞാൻ ചോദിച്ചു, ഹന കിടന്നു കൊടുത്തോണ്ടാണ് അപ്പൊ ചാൻസ് കിട്ടിയതെന്ന്. കാരണം എനിക്ക് പുള്ളിക്കാരിയുടെ അടുത്ത് നിന്ന് വ്യക്തമായ ഒരു ഉത്തരം വേണമായിരുന്നു. ഒരാൾക്കൊരു മറുപടി പറയാൻ താല്പര്യമില്ലെങ്കിൽ അത് കുത്തി അയാളെ കൊണ്ട് പറഞ്ഞേ അടങ്ങുള്ളൂ. ഇങ്ങനത്തെ ഒരു ആങ്കർ എന്നിട്ട് അതിനിട്ട് ന്യായീകരിച്ചിട്ട് ഒരച്ച് വെളുപ്പിച്ചോണ്ടിരിക്കണേണ്. എന്തായാലും നല്ല രീതിക്ക് തന്നെ വെളുപ്പിക്കുന്നുണ്ട്. എന്നാലും ഇതേപോലത്തെ ആങ്കർമാരെ ആയിരിക്കും ഇനിയും കൂടുതൽ ഇന്റർവ്യൂവേഴ്സിനെ അതൊക്കെ അവർ വിളിക്കാൻ കൂടുതൽ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ള ആങ്കർമാരുണ്ടാകുമ്പോഴത്തേക്കും കൂടുതൽ കോൺട്രവേഴ്സികൾ ഉണ്ടാവും. ഇതേപോലെ ഒരുപാട് ആക്ടേഴ്സും അതേപോലെ നടിമാരൊക്കെ ഇറങ്ങിപ്പോവും അവിടെ നിന്ന്. അപ്പം നല്ല രീതിക്ക് ആ വീഡിയോ റീച്ച് കിട്ടും. അപ്പൊ റീച്ചാണല്ലോ ഇപ്പൊ ഇത് എല്ലാവർക്കും വേണ്ടത്. റീച്ചാണ് അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും വേണ്ടത്. പക്ഷെ ഇമാതിരി ഊളത്തരം കാണിച്ചിട്ടുള്ള റീച്ചൊക്കെ ഉണ്ടാക്കണവരെ പറ്റി എനിക്കൊന്നും പറയാനുള്ള. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ തായി കണ്ടിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടിരിക്കട്ടെ.